ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലച്ചൂസ്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് തന്നെ എപ്പോഴും ഇങ്ങനെ ജനൽ തുറന്ന് നോക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ കിഴക്കുവശത്തെ പറമ്പാണ്. അപ്പം നല്ല മഴയായിരുന്നു. എനിക്കെപ്പോഴും രാവിലെ എണീറ്റ് തന്നെ ഇങ്ങനെ പുറത്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലേ, ആകെ ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അങ്ങനെ മഴയും ഇതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നതിനതേ അജു നല്ല ഉറക്കമാണ്. അജു എണീറ്റിട്ടില്ല. രാമൻകുട്ടൻ ദേ എഴുന്നേറ്റ് ഇങ്ങനെ കിടപ്പുണ്ട്. തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ദേ പുറത്തേക്ക് വന്നു. കോലയിൽ വന്ന് ഇങ്ങനെ എപ്പോഴും നോക്കും. റൂമിൽ ജനൽ തുറന്നതിന് അടുത്ത പണി കോലയിൽ വന്ന് ഇങ്ങനെ നോക്കാമെന്നുള്ളതാണ് കേട്ടോ. അവർ മഴയൊക്കെ പെയ്തിട്ടുള്ള ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം അവിടേക്ക് ഇതൊക്കെ നോക്കി നിന്നു. പൂട്ടതും അതും ആകാശവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കുമ്പോൾ മനസ്സിനൊരിത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും പിള്ളേരും കൂടി. ദക്ഷിണമൂകാംബികയിലാണ് കേട്ടോ പോകുന്നത്. ദക്ഷിണമൂകാംബിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പറവൂരുള്ളൊരു അമ്പലമാണ്. അപ്പം മൂകാംബിക ക്ഷേത്രത്തിൽ രാമന് സ്കൂള് തുറക്കുന്നതിന് മുമ്പ് പോകാമെന്നും പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാമന് ജൂൺ 11 ക്ലാസ് തുറക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 6 7 എന്തോ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അങ്ങനെ അച്ഛൻ ഞങ്ങളെ ബസ് സ്റ്റോപ്പിലാക്കി തന്നു. അങ്ങനെ ഞാനും അമ്മയും പിള്ളേരും കൂടി ബസ്സിലൊക്കെ കയറി മൂകാംബികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറവൂർ ഉള്ള അമ്പലമാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. അമ്പലം നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ്. ചെറായിന്ന് നമ്മൾ നേരെ കിഴക്കോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഈ വഴി കൂടി പോകാൻ നല്ലൊരു ഫീൽ ഗുഡാണ്. ഈ വഴി പോകാൻ നല്ല രസമാണ് കേട്ടോ. അപ്പുറം ഇപ്പുറവും കെട്ടും കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പും ഹരിതാഭയും ഭംഗി എന്നൊക്കെ പറയണ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴി പോകാനായിട്ട്. ഞാനത് ഈ രാമനിവിടെ അമ്മയുടെ മടിയിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ പരിചയമുള്ളൊരു ആൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ ആൻറ്റീനായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെയാണ്. ഞാനപ്പോൾ ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി നമുക്കിങ്ങനെ നമ്മളൊരു 2 വീലറിനൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ നമുക്ക് നിൽക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. എനിക്ക് ഈ വഴി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറവൂർ പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വഴി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട്. അത്രയും എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിത് മൂകാംബികയുടെ സ്ഥലത്തെത്തി. അമ്മയും രാമനും ഫ്രണ്ടിൽ നടക്കുകയാണ്. ഞാൻ അജുവിനായിട്ട് ഇങ്ങനെ പുറകെ ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ നേരെ കാണുന്നതാണ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ നടുക്കാണ് ദേവിയുടെ ക്ഷേത്രം ഉള്ളത്. അതായത് നമുക്ക് ഭക്തർക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഒരു 4 വരി പാത പോലെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ നടുക്ക് ചെറിയൊരു അമ്പലമായിട്ട് ദേവി ഇങ്ങനെ ക്ഷേത്രത്തിൽ കുളത്തിൻ്റെ നടുക്കാണ് ദേവി ഇരിക്കുന്നത്. അതിൽ കുളത്തിൽ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡാണോ, ആരെങ്കിലും പിണങ്ങുമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അതിങ്ങനെ അവിടെയൊക്കെ തൊഴുത് പുറത്ത് വന്നതിന് രാമൻ അക്ഷരമൊക്കെ എഴുതിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതേ നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തു. പുറത്തൊക്കെ തൊഴുത് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നിരിക്കുമ്പോഴേക്കും ഇതേ മുകളിൽ കൂടി ഒരു പ്ലെയിൻ പോയി. അത് ഭയങ്കര താഴെയായിട്ടാണ് ആ പ്ലെയിൻ പോയത് കേട്ടോ. അപ്പോൾ ഇത് 2 പേരും മാമാന്നും പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് പ്ലെയിൻ പോയാലോ അവന്മാർ പറയുന്നത് എൻ്റെ ആങ്ങൾ അബ്രോഡാണ്, അപ്പോൾ ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചപ്പാട് എടുത്തുകൊണ്ടിരിക്കും. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. കാരണം ഭയങ്കര വഴുക്കലുള്ള പോലെ തോന്നി. പിള്ളേരായിട്ട് റിസ്ക് എടുത്ത് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്കും പേടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട്. നവരാത്രി സമയത്ത് ഈ അമ്പലത്തിൽ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ വർഷവും നവരാത്രിക്ക് ഞാനും അമ്മയും എൻ്റെ ബ്രദറും കൂടി ഈ അമ്പലത്തിൽ വരാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ എൻ്റെ വീടിൻ്റെ ഇവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ വന്നെത്തി. ആദ്യം ഞങ്ങളൊരു ബേക്കറി കയറി നൈസായിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി കുറച്ച് പർച്ചേസ് ബാക്കിയുണ്ട്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ രാമന് സ്കൂൾ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് മറ്റേ ബ്രൗൺ പേപ്പറും നെയിം സ്ലിപ്പ്, ടവൽസ്, പിന്നെ ചോറ് കൊണ്ടുപോകാനും ടിഫിൻ കൊണ്ടുപോകാനും പാത്രം കുപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത തുണിക്കടയിൽ കയറിയത് ജൂൺ 18 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ജീൻസും ടോപ്പും എടുത്തു കേട്ടോ. അവസാനം
അജു അപ്പോൾ അവിടെ ദേ ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ദേ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വീണ്ടും അടുത്ത കടയിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയറി. അപ്പോഴേക്കും അച്ഛൻ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനും വന്ന് ഞങ്ങൾ പറഞ്ഞു വാ കടയിൽ വാ, ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. അച്ഛനെ ഞാൻ ദേ കിറ്റൊക്കെ പൊക്കി ഇങ്ങനെ കാണിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ ഞങ്ങൾ കടയിൽ കയറി. അപ്പോൾ അമ്മ അച്ഛനോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ്. ടാലിസ്മാൻ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തത്. ഇത് എടമനക്കാടുള്ള കടയാണ്. ഇത് ഹോൾസെയിലും റീറ്റെയിലായിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉള്ള കടയാണ്. ദേ അപ്പുറവും ഉണ്ട് കട. പിന്നെ ദേ ഈ കാണുന്നത് ടാലിസ്മാനാണ്. അങ്ങനെ 3 കടയുണ്ട് കേട്ടോ ടാലിസ്മാൻ. പിന്നെ ദേ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ അച്ഛൻ വന്ന് അമ്പലത്തിൽ പോയ കാര്യങ്ങളും ഇവന്മാരുടെ വിശേഷങ്ങളും ഇവന്മാർ കാണിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ സർബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ കുറച്ച് സ്നാക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ പിള്ളേർക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോയ്ക്ക് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണ്ട. അപ്പോൾ മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായി. അത് അപ്പം തന്നെ മേത്തും കയ്യിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അജു. അങ്ങനെ ഞങ്ങളുടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അജുവിൻ്റെ കൈ കണ്ടോ വായ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. എൻ്റെ വീടും ഒരു പുഴയുടെ ബാക്കിലാണ്. എൻ്റെ വീടിൻ്റെ ബാക്കിൽ പുഴയാണ്, അങ്ങനെയാണ് പറയുന്നത്. ശരി, അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലും പുഴയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. എനിക്കിങ്ങനെ വഴികളിങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് ഇങ്ങനെ എന്താ പറയണ്ടേന്നുള്ളൊരു അങ്കലാപ്പ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ലാഗോ ബുദ്ധിമുട്ടോ തോന്നണമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വരും വീഡിയോസിൽ നമുക്ക് എല്ലാ മിസ്റ്റേക്സും മാറ്റി നമുക്ക് നല്ലപോലെ ആക്കാം കേട്ടോ. പിന്നെ ഒരു പാലം ഇറങ്ങി ഇത് കഴിഞ്ഞാൽ എൻ്റെ വീടെത്തുക കേട്ടോ. അങ്ങനെ എൻ്റെ വീടിനുള്ള വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. കാണുന്നതാണ് എൻ്റെ വീട്. ഇത് അവൻ്റെ അപ്പുറത്തെ വീടാണ് കേട്ടോ. രാമൻ വന്നപ്പോൾ തന്നെ അവിടെ കയറി. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയാണ് ഉള്ളത്. അവൻ എവിടെ പോയി വന്നാലും അവിടെ കയറും. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി. പിന്നെ ഞങ്ങൾ രാമന് ചോറ് കൊടുക്കുകയാണ്. ചോറിൽ നിന്ന് മീൻകറി ഉണ്ടായിരുന്നു, കപ്പ ഉലത്തിയതുണ്ടായിരുന്നു, പിന്നെന്താ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനും എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പ്ലേറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.